തലയ്ക്ക് സംഭവിച്ച ഗുരുതരക്ഷതവും തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതുമാണ് മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്തിന്റെ മരണകാരണമെന്ന് ഉസ്ബെക്കിസ്ഥാനിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക നിഗമനം. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ റീപോസ്റ്റ്മോർട്ടവും ഇക്കാര്യം ശരിവെക്കുന്നതായാണ് സൂചന. സാവരിയുടെ തലയിൽ രണ്ടിടത്ത് മുറിവേറ്റിരുന്നു. കൂടാതെ ശരീരത്തിലുടനീളം ചതവുകളും. മരണവിവരം അറിഞ്ഞ് മോർച്ചറിലെത്തിയ മാതൃ സഹോദരി ഭർത്താവ് ജനീഷ് നെഞ്ചു തകർന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ തലയ്ക്കടിച്ചത് മരണകാരണമായെന്നാണ് അതുവരെ കരുതിയത്. എന്നാൽ സാവരിയുടെ ശരീരമാസകലം ചതഞ്ഞു കരിവാളിച്ച പാടുകളായിരുന്നു. മുഖം മുതൽ കാലുവരെ ചതവേറ്റിരുന്നു. നെഞ്ചിലെ ചതവിന്റെ പാടുകൾ ചവിട്ടേറ്റതിൽ നിന്നുണ്ടായതാണെന്ന് മനസ്സിലായി. കാലിലുൾപ്പെടെ മുറിവുകളും ഉണ്ടായിരുന്നു. തലയോട്ടിക്ക് വരെ ആഘാതമേൽക്കുന്ന ക്ഷതം എങ്ങനെയുണ്ടായെന്നും എന്തായുധമാണ് ഉപയോഗിച്ചതെന്നും വ്യക്തതയില്ല. ലാപ്ടോപ്പ് കൊണ്ടാണ് അടിയേറ്റതെന്ന വാർത്ത പ്രചരിച്ചിരുന്നുവെങ്കിലും തങ്ങളോട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ബന്ധുക്കൾ അറിയിച്ചു. പ്രതിയായ സദറുൽ അനാം തന്നെയാണോ സാവരിയെ ആശുപത്രിയിൽ എത്തിച്ചതെന്നതിനും വ്യക്തതയില്ല. 1ാം വർഷ MBBS വിദ്യാർത്ഥിനി ഹരിപ്പാട് പിലാപ്പുഴ പുതുക്കാട്ട് സുപ്രഭ ഭവനത്തിൽ ബസന്ത് മിനി സുപ്രഭ ദമ്പതികളുടെ 21 വയസ്സുകാരി മകൾ സാവരിയ ബസന്താണ് മരിച്ചത്. സാവരിയയും സദറുൽ അനാമും ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. സംസാരിച്ചു കൊണ്ടു നിൽക്കുമ്പോൾ സദറുൽ അനാം പെട്ടെന്ന് പ്രകോപിതനായെന്നും വാക്കുതർക്കത്തിനിടെ ലാപ്ടോപ്പ് കൊണ്ട് സാവരിയയുടെ തലയ്ക്കടിച്ചെന്നുമാണ് നാട്ടിൽ ലഭിച്ച വിവരം. ബോധരഹിതയായി വീണ സാവരിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുവൈത്തിലായിരുന്ന പിതാവ് ബസന്ത് നാട്ടിലെത്തിയിട്ടുണ്ട്. സഹോദരൻ സാവന്ത് ബസന്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ഡിസംബറിലാണ് സാവരിയ ഉസ്ബെക്കിസ്ഥാനിലെത്തിയത്. സദറുൽ അനാം ഈ മാസം 9-ന് നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കോളേജിലെ ട്യൂട്ടർ ഒരിക്കൽ വിളിച്ചതല്ലാതെ സംഭവത്തിന്റെ മറ്റു വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് സദറുൽ അനാമിന്റെ പിതാവും റിട്ടയർഡ് PWD ഉദ്യോഗസ്ഥനുമായ EK ഹൈദറസ് പറഞ്ഞു. എന്തായാലും സംഭവത്തിൽ ഹരിപ്പാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിനുടൻ തന്നെ കൈമാറും. ഇന്ത്യൻ പൗരന്മാർ വിദേശ രാജ്യങ്ങളിൽ നടത്തുന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കേസുകൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കേണ്ടതെന്ന DGPയുടെ സർക്കിൾ പ്രകാരമാണിത്. കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് കഴിഞ്ഞ ദിവസം സാവരിയുടെ വീട്ടിലെത്തിയ മന്ത്രി രമേശ് ചെന്നിത്തല കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു. മലപ്പുറം പുലാമന്തോൾ, കട്ടുപാറ, ഇറവന്ത്, കിഴക്കേത്തൊടി സദറുൽ അനാം ഈ കേസിൽ അറസ്റ്റിലായി അവിടെ പോലീസ് കസ്റ്റഡിയിലാണ്. ഉസ്ബെക്കിസ്ഥാനിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന്റെ ഫലം 20 ദിവസത്തിനകം ലഭിക്കുമെന്നും അത് ഇന്ത്യൻ എംബസിക്കായിരിക്കും കൈമാറുക എന്നുമാണ് കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന്റെ ഫലം പോലീസിനാകും കൈമാറുക. അതേസമയം കൊലക്കേസ് അന്വേഷണം ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ നടത്താനാണ് കുടുംബത്തിന് താല്പര്യം. സാവരിയ ക്രൂരമായ ശാരീരിക പീഡനത്തിനിരയായിട്ടുണ്ടെന്നും പ്രതി കടുത്ത ശിക്ഷ തന്നെ അർഹിക്കുന്നുണ്ടെന്നും മൃതദേഹം ഏറ്റുവാങ്ങാനെത്തിയ ബന്ധുവിനോട് പോലീസ് ഉദ്യോഗസ്ഥയും പറഞ്ഞിരുന്നു.